പേരൻസിന് മാത്രമല്ല കേട്ടോ, പേരൻസ് ആകാൻ പ്ലാൻ ചെയ്യുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അടിപൊളി ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പം ഐറ്റം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ സ്വന്തം കങ്കാരു ബാഗ്. ഇതിന് കൊണ്ടുള്ള ഉപകാരം രണ്ടാണ്. അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല, 3 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ആദ്യത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് മുകളിലത്തെ ഈ ഒരു പാർട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു പോർഷൻ നമുക്ക് കുഞ്ഞുങ്ങളെ സുഖമായിട്ട് അതിൽ ഇരുത്താൻ പറ്റും. കുഞ്ഞുങ്ങളെ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന അമ്മമാരാണ്, അവർക്കറിയാം കുഞ്ഞുങ്ങളെ എളിയിൽ നിന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്കാണ് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ചെല്ലുന്നതും. അപ്പം കൈക്ക് അതിൻ്റെതായ പെയിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സേഫാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് അമ്മമാർക്ക് കൈക്ക് പെയിൻ ഇല്ലാണ്ട് അതുപോലെ തന്നെ നടുവിന് നല്ല സപ്പോർട്ട് തന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ കങ്കാരു ബാഗിലേക്ക് നമുക്ക് ഇരുത്താന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഈ മുകളിലത്തെ പോർഷനെ ഒരു സിബ് കൊണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിബ് ഇട്ട് കൊടുക്കണം, അതുപോലെ ഒരു ലോക്കും കൂടി ഇട്ട് അത് സെറ്റാകും. നല്ല അടിപൊളി സേഫ് ലോക്കാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ ഒരു ഷീറ്റ് പോലെയുണ്ട്. അപ്പോൾ ആ ഷീറ്റ് നമ്മളിങ്ങനെ ഇട്ടിട്ട് മറ്റേ പോർഷൻ നമ്മുടെ കയ്യിലോട്ട് നമ്മളിങ്ങനെ ഇടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിൽ പല ലോക്കുകളുണ്ട്, അത് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യത്തെ ലോക്ക് എന്ന് പറയുന്നത് കുട്ടികൾ ഇരിക്കുന്ന ആ ഷീറ്റിന് അടിയിൽ അവർ 2 ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ കുട്ടിയെ എടുത്തിട്ട് നമുക്കിങ്ങനെ നെഞ്ചോട് ചേർത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടോ നമ്മുടെ കംഫോർട്ട് സോൺ അനുസരിച്ച് ഇരുത്താം എന്നുള്ളതാണ് കേട്ടോ. അപ്പം എന്നാണേലും ഞാൻ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരുത്തുന്നത്, എനിക്കിതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. ആളിങ്ങനെ അള്ളി പിടിച്ചിരുന്നോളും. അതേ അവരെ വീട്ടിലേക്ക് ഇരുത്തിയിട്ട് നമ്മുടെ തോളിലേക്ക് ഇടുന്ന ബാഗിൻ്റെ കൈ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് വേണം ഇവന്മാരുടെ കാലും നല്ല കംഫർട്ടബിളാണ്. നമ്മളിങ്ങനെ ഇട്ടിട്ട് നമുക്കിത് ഇങ്ങനെ വലിച്ച് നമുക്കിത് കുറച്ചുകൂടി ടൈറ്റ് ആക്കാം. ദെൻ വേണ്ടത് നമുക്കിതിൻ്റെ ബാക്കിലെ ഈ ഒരു ലോക്ക് ഇടുക എന്നുള്ളതാണ്. ഇത് ഭയങ്കര കംഫർട്ട് സോണാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒട്ടും വെയിറ്റും വരില്ല. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അകത്തെ ആ ഒരു ലോക്ക് കൂടിയായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ പിള്ളേർ സേഫാണ്. നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. വീലറിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാപ്പ് ഇതിൻ്റെ കൂടെയുണ്ട്. അത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോക്കറ്റ് പോലെയുണ്ട്, അതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഒരു സ്റ്റിക്കർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവന്മാർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും, നമ്മുടെ അടുത്തോട്ട് ചേർന്നിരിക്കും, അധികം വെയിൽ പിടിക്കത്തില്ല. ഉറക്കം വന്നാൽ തോളോട് ചാരി കിടന്ന് ഉറങ്ങുകയും ചെയ്തോളൂ. ഇവിടെ ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വീണ്ടും ഉണ്ട്. അവിടെ അതും കൂടി ഒന്ന് ലോക്ക് ചെയ്ത് കഴിയുമ്പം സെറ്റാകും. പിന്നെ നമുക്ക് മരം വെച്ചുകൊണ്ട് ജോലികളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. 2 വീലറിലൊക്കെ എനിക്ക് 3 പേരെയും കൂടി കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഐറ്റം വളരെ അധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ സേഫാണ്, അവളും ഒത്തിരി കംഫർട്ടബിളും ആയിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ 2 സൈഡിലും കുഞ്ഞുങ്ങളുടെ പാലോ വെള്ളമോ ഒക്കെ വെക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കങ്കാരു ബാഗ്സ് ചൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ നടുവിന് കംഫർട്ടബിൾ ആയിട്ടുള്ളതൊക്കെ വേണം. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒത്തിരി നോക്കിയാണ് ഈ ഒരു ഐറ്റം കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് സെലക്ട് ചെയ്താലും അത് ബെസ്റ്റ് ആയിരിക്കണമല്ലോ. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക, ബെസ്റ്റ് ആയിട്ടുള്ളത് ഷെയർ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു.